ഹായ് ഗായ്സ്, എൻ്റെ പേര് ആതിര. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. കിഴങ്ങൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു പലഹാരമാണ്, ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾക്കായാലും ഈ ഫ്രൈ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ടായാലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കൊടുക്കുന്ന ഒരു പലഹാരമാണ്. വയറും നിറയും, നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ എപ്പോഴും ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഉരുളൻകിഴങ്ങാണ് എടുക്കുന്നത്. 4 ഉരുളൻകിഴങ്ങ് അത് പിന്നെ വേവിച്ചിട്ട്, പിന്നെ സവാള, ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പച്ചമുളക് അരിഞ്ഞത് എല്ലാം കൂടെ എടുക്കുക. പിന്നെ പാനിനകത്ത് എണ്ണ ഒഴിക്കുക. കടുക് ഇടേണ്ട ആവശ്യമില്ല. പാൻ നന്നായിട്ട് ചൂടായി, എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ സവാള ഉള്ളി ഇടുക. അത് നന്നായിട്ട് പകുതി മെഴുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതും പിന്നെ പച്ചമുളകും ഇടുക, യോജിപ്പിക്കുക. പിന്നെ നമ്മൾ ഇറച്ചിക്കൂട്ടും പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടെ അതിനകത്ത് യോജിപ്പിക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് മണമാണ്. പിന്നീട് നമ്മൾ മാവാണ് എടുക്കുന്നത്. 250 ഗ്രാം മൈദയാണ് എടുക്കുന്നത്. പിന്നെ അതിനകത്ത് ഒരു മുട്ട ചേർക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, പിന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല മയം കിട്ടാനാണ് കേട്ടോ. നല്ല ഫ്രൈ ആയിട്ട് വരത്തുള്ളൂ. പിന്നെ നമ്മളത് ചെറിയ ചെറിയ ബോളാക്കി മാറ്റണം. അത് കഴിഞ്ഞ് നമ്മുടെ കൈ തന്നെ പരത്തിയിട്ട് അതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് അറ്റം മൊത്തവും നല്ല ചുരുട്ടി, ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചുരുട്ടി വെക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ചുരുട്ടി കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ ബോളുകളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പരത്തി മസാലയൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. നല്ല എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് വറുക്കാൻ ഇടാൻ. നല്ല ചെറിയ ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാൻ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മുറിച്ച് കാണിക്കുക, എങ്ങനെ വരുമെന്നുള്ളൂ, ഉൾഭാഗം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റും. നല്ല ക്രിസ്പിയാണ് കേട്ടോ. മുറിക്കുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. നിങ്ങൾ വയറും നിറയും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.